ഹലോ ഗായ്സ്, നമ്മൾ ഇപ്രാവശ്യം സമ്മറിൻ്റെ അവസാന സമയങ്ങളിൽ പോയിട്ടുള്ള ഒരു യാത്രേനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സാർബ്രുക്കനിലേക്കാണ്. സാർബ്രുക്കനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇദർ ഓബർസ്റ്റൈൻ എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിൽ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. 15th സെഞ്ച്വറിയിലാണ് ഫെൽസൻ കിർഷെ അവിടെ പണി കഴിപ്പിച്ചിരുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് അവിടുത്തെ ഓബർസ്റ്റൈൻ കാസിൽ. ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും നമുക്ക് വിസിറ്റേഴ്സിനെ പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിലുള്ള ചർച്ച് നിൽക്കുന്ന ഈ ഒരു മലമുകളിൽ ഉള്ള കേവിലാണ്. ഈ ഒരു കേവിൽ നമുക്ക് പോകണമെങ്കിൽ അവിടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ കേവിലേക്കും ഈ ചർച്ചിലേക്കും നമ്മൾ പോകുന്നത്. അതാണ് ഇദർ ഓബർസ്റ്റൈൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ലോയിഡിൻ്റെ വീട്ടിലേക്ക് എത്തി. ലോയിഡിൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം ഉള്ള ഒരു മോർണിംഗിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് അവിടുത്തെ ഗാർഡനിലെ വിശേഷങ്ങളാണ്. ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അത് അവിടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ഗാർഡനറാണ്. നല്ല രീതിയിൽ ഇതാ കണ്ടില്ലേ, മുന്തിരി വള്ളികളും എല്ലാം നമുക്കവിടെ കാണാം. മുന്തിരി ചെടികളൊക്കെ നട്ട് അവിടെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതാ കണ്ട ഈ ഒരു ബ്രൊക്കോളി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾ ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊള്ളിയാണ്, അതായത് നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ കൊള്ളി, കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ അതും അവിടെ കണ്ടിരുന്നു. ടൊമാറ്റോയും അതുപോലെ തന്നെ മുളകും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. Sunrise peaked, the bags were packed tight. Deutsche Bahn humming, bathed in the light. Prevention, you Evelyn, smiling wide and true. അങ്ങനെ വെണ്ടക്കായും അതുപോലെ തന്നെ ടൊമാറ്റോയും ക്യാപ്സിക്കവും എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് കടന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ജിമ്മിൽ നമ്മൾ അവിടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ജിമ്മിൽ പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ലോയിഡ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല വർക്കൗട്ടിങ് ടൈമിലാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ ആ ഒരു ജിമ്മിൻ്റെ സെറ്റപ്പാണ് കാണിച്ചു തരുന്നത്. ഇവിടെ ഒരുപാട് പുതിയ രീതിയിലുള്ള മെഷീൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജിമ്മിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഒരു രസകരമായ ഒരു നടത്തത്തിലേക്കാണ് പോയത്. ഞങ്ങളൊരു അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് പോകാനായിട്ട് ഇടയായത്. അപ്പോൾ പാർക്കിലേക്ക് പോകുമ്പോൾ സ്നാക്സും ചായയും അതുപോലെ തന്നെ ഈ ഒരു കോളയും എല്ലാം, കോളയല്ല നമ്മുടെ ഇവിടുത്തെ ജിഞ്ചർ ഡ്രിങ്കാണ്, അതും കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ അവിടെ പാർക്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ചിങ്കാരിയും ലിയോണയും ഒരുപാട് നേരം അവിടെ കളിച്ചിരുന്നു. പാർക്കിൽ പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഫുള്ള് എല്ലാ കളി ഉപകരണങ്ങളിലും അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ആദ്യം ബോളിട്. സർക്കസാണോ? ഉള്ളിലേ പോയി. അയ്യോ, ഹൈ ഹൈ ഹൈ. ഓക്കെ, അങ്ങനെ ഒരുപാട് സമയം പാർക്കിൽ ഞങ്ങൾ ചിലവഴിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ആപ്പിളുകൾ അവിടെ ഉണ്ടായിരുന്ന നല്ല ആപ്പിളുകൾ നമ്മൾ അവിടെ അവരുടെ അനുവാദത്തോടു കൂടി പൊട്ടിക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഈ ആപ്പിൾ ഈ ഒരു സീസണിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആപ്പിൾ ഏതാണ്ടൊക്കെ കൊഴിഞ്ഞു വീണ് അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മളിത് കണ്ടത്. അങ്ങനെ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു.
ഈ കാണുന്നതാണ് പ്ലം. ഇവിടുത്തെ പ്ലം ഈ ഒരു രീതിയിലാണ്, ഇങ്ങനെയാണ് ഇവിടെ പ്ലം എല്ലാം ഒരുപാട് കൊഴിഞ്ഞ് അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ മുകളിൽ കുലുക്കുമ്പോൾ ആ ഒരു മരത്തുമെന്ന് വീഴുന്നത് നോക്കി രണ്ടുപേരും ചിങ്കാരിയും ലിയോണയും വാദിച്ചിട്ടായിരുന്നു അവർ പറക്കിയിരുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള ടൈപ്പ് പ്ലം ആയിരുന്നു ഇത്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ക്ലൈൻ ആൻഡ് സാഗെ എന്ന് പറയുന്ന ഇവിടുത്തെ eBay എന്ന് പറയുന്ന ആ ഒരു ആപ്പിലൂടെയും നമുക്ക് ഫെർഷങ്കനായിട്ടുള്ള ഫ്രൂട്ട്സ് തേടി പിടിച്ച് അവിടെ നിന്ന് നമുക്ക് പ്ലക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടുത്തെ ഓണേഴ്സ്, അതായത് ഈ ഒരു പ്ലോട്ടിൻ്റെ ഓണേഴ്സ് ഈ ഒരു ഫ്രൂട്ട്സ് ആളുകൾക്ക് വന്ന് പ്ലക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആഡ് ക്ലൈൻ ആൻഡ് സാഗയിൽ പല സ്ഥലങ്ങളിലും കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫ്രൂട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ പിയറാണ്. ഈ ഒരു പിയർ നല്ല പാകമായിട്ടുള്ള രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മളൊരു 3-4 എണ്ണം പൊട്ടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പിയറും അതുപോലെ തന്നെ ആപ്പിളും അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലൊരു വീഡിയോ എടുത്തത്. നമ്മുടെ ഫോണിൽ ഡ്യുവൽ സൈഡ് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുൻപിൽ കാണുന്ന ഈ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ മുന്തിരിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുന്തിരിയും നമ്മൾ ഒരുപാട് നല്ല പുളിയുള്ളൊരു ടൈപ്പ് മുന്തിരിയായിരുന്നു. നമുക്ക് വൈനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് മുന്തിരിയാണ് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചത് ഈ ഒരു വാൾനട്ടാണ്. നമ്മൾ നാട്ടിലൊക്കെ ഇതിൻ്റെ വാൾനട്ട് പൊട്ടിച്ചിട്ടുള്ള, അതായത് അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള പീസാണ് നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കുക. നമുക്ക് ഇവിടെ വാൾനട്ടിൻ്റെ മരം ഉണ്ടായിരുന്നു. ഈ ഒരു മരത്തിൽ നിന്നാണ് നമ്മളത് കളക്ട് ചെയ്തത്. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. Bye. See you tomorrow. Like, share, subscribe. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കരുത്. Bye. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഗാർഡനിലെ വെജിറ്റബിൾസും കൂടെ പ്ലക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടൊമാറ്റോയും ക്യാപ്സിക്കവും അതുപോലെ തന്നെ പയറും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലൊരു വെറൈറ്റി ഹവായ് പൈനാപ്പിൾ ഡിഷായിരുന്നു അവിടെ ഉണ്ടാക്കിയിരുന്നത്. ജിൽസയുടെ വക ഒരു സൂപ്പർ ഡിഷായിരുന്നു അത്. അതിനുശേഷം കുട്ടികളുടെ അടുത്തെല്ലാം ബായെല്ലാം പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പോരുന്ന വഴി നമ്മൾ കളിച്ച ഒരു കാർഡ് ഗെയിമാണ് ചിങ്കാരിയുടെ കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.